ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു യാത്ര പോണത്. എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ചേച്ചിയുടെ വീട് വളാഞ്ചേരി മങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളാഞ്ചേരിയിൽ നിന്ന് കുറച്ചധികം ഉള്ളിലോട്ട് പോകണം. സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, നല്ല കാണാനൊക്കെ ഭംഗിയുള്ള നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് വിചാരിക്കാതെ അങ്ങോട്ട് പോണേന് ഒരു കാര്യമുണ്ട്. അവിടെ ഒരു കുഞ്ഞു വിശേഷമുണ്ട്. അപ്പോൾ വിശേഷം എന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് വേറൊരു കാര്യമാണ്. സത്യത്തിൽ ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോ ഒന്നല്ല. നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ നോർമലി ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ ആക്കി വെച്ചു. വീടൊക്കെ പിന്നെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് എൻ്റെ ചേച്ചിയുടെ ചെടികളാണ് കേട്ടോ. റോഡ് സൈഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ചേച്ചിയുടെ വീട് വരുന്നത്. അപ്പോൾ അവൾക്ക് കിട്ടുന്ന കുറച്ച് സമയത്തിൽ കുറച്ച് സ്ഥലത്ത് അവൾ ഒരുപാട് ചെടികൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വളരെ രസം തോന്നി. അപ്പോൾ ഞാനത് അവൾ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ്. വീടിൻ്റേതായിട്ട് അവർക്ക് കുറച്ചുകൂടി പണികൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് മുറ്റമൊന്നും റെഡിയാക്കിയിട്ടില്ല. പക്ഷേ അവർ കിട്ടുന്ന ചെടികളെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദോ അവിടെ നിന്നിട്ട് നനയ്ക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മൂത്ത ചേച്ചി. മൂത്ത ചേച്ചി എന്ന് പറയാൻ ഈ ഒരു ചേച്ചി തന്നെ ഉള്ളൂ. ബാക്കിയുള്ളത് ഒരാൾ അനിയത്തിയാണ്. അപ്പോൾ ആൾ സെറ്റ് ചെയ്ത ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഇതുള്ളത്. കൃത്യമായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെക്കാത്തത് കൊണ്ട് നമുക്ക് തോന്നും ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊന്നും ഇല്ലയെന്ന്. പക്ഷെ അടുത്ത് പോയി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓരോ ചട്ടിയിലും വെറൈറ്റി ആയിട്ടുള്ള വേറെ വേറെ ചെടികളാണ് അവൾ നട്ടു വെച്ചിട്ടുള്ളത്. ചേച്ചി മാത്രമല്ല കേട്ടോ, ചേച്ചിയും ഏട്ടനും കുട്ടികളും കൂടിയിട്ടാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നനയ്ക്കാനാണെങ്കിലും അത് ശ്രദ്ധിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിലും ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരുടെ കല്യാണമൊക്കെ വരുമ്പോൾ, അതായത് ഓരോരുത്തരുടെ ആയിട്ട് വരുമ്പോൾ മുറ്റം വലുതാക്കി റെഡിയാക്കി മൂന്നാമത്തെ ആളുടെ കല്യാണമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും മുറ്റത്തെ ചെടികളെല്ലാം ഒരുവിധം നശിച്ചുപോയി. ഇപ്പോൾ അമ്മയും അച്ഛനും കൂടിയിട്ട് രണ്ടാമത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതൊരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു കുഞ്ഞ് വിശേഷമുണ്ട്. അപ്പോൾ അതിനായിട്ട് വന്നതാണ്. അപ്പോഴാണ് ചേച്ചിയുടെ ചെടി നനയ്ക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ മുകളിൽ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്, ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ചെടികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് കുറച്ച് പണികളൊക്കെ കൂടെയൊക്കെ നിൽക്കുന്നത് കാരണം അവരതിൽ റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ, അത് തൂക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ എവിടെ ചെടി കണ്ടാലും അതിൽ നിന്നെല്ലാം കഷ്ണം മുറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഹോബി എന്ന് പറയുന്നത്. കുറേ അധികം ചെടികളുണ്ട്. എനിക്കിതിൻ്റെ പേരൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. സാധാരണ നമ്മൾ കാണുന്ന കുറച്ച് ചെടികൾ, റോസ്, തുളസി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാക്കി പലതിൻ്റെയും പേരൊന്നും നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ചേച്ചി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നാലെ നടന്ന് വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടുണ്ട് ചെടികളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്തിനാണ് വന്നത്, അതുപോലെ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ചെടികളും ചേച്ചിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീടും വീട്ടുകാരനെയും ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്